ആദ്യം തന്നെ പറയട്ടെ, ലാസ്റ്റ് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, സാധിച്ചു തരണേ. ഇഷാന്റെ റൂമിൻ്റെ വാതിലിലെത്തി അവർ പരസ്പരം നോക്കി. എൻ്റെ അമ്മോ, ഈ തെണ്ടി അടിച്ച് കൂൺതെറ്റി കിടക്കുമായിരുന്നോ? ജെറി തലയിൽ കൈവച്ചു. ഇച്ചായ? ഞെട്ടലോടെ റാഹേൽ ജേക്കബിനെ നോക്കി. ജേക്കബ് വല്ലാത്തൊരു ഭാവത്തിൽ നിൽക്കുകയാണ്. പുണ്യാളൻ എന്ന് ഏവരും വാഴ്ത്തിയ സന്തതി കിടക്കുന്ന കിടപ്പ് കണ്ട പെറ്റമ്മ സഹിക്കില്ലല്ലോ ഈശോയെ. ജെറിയുടെ ആത്മ. ഇച്ചായ, ഇതെന്താ ഇവൻ ഇങ്ങനെ? എൻ്റെ കൊച്ചേ, ഇനിയും നിനക്ക് മനസ്സിലായില്ലേ? ദോ ആ പൊട്ടിക്കിടക്കുന്ന കുപ്പിയിലെ സാത്താൻ്റെ മൂത്രം മൊത്തം വലിച്ചു കയറ്റി ബോധവും പൊക്കണോ ഇല്ലാതെ കിടക്കുന്ന കിടപ്പാ അത്. റാഹേലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇച്ചായ, നമ്മുടെ മോൻ തന്നെയാണോ ഇങ്ങനെയൊക്കെ? അവർ വിതുമ്പി. നമുക്ക് തെറ്റുപറ്റി റാഹേലേ. മോനെ, നമ്മൾ അമിതമായി അങ്ങ് വിശ്വസിച്ചു. നമ്മുടെ ഈ അവസ്ഥ മാതാപിതാക്കൾക്കൊരു പാഠമാണ്. അയാളുടെ തൊണ്ട ഇടറിപ്പോയി. വല്യപ്പച്ചൻ ഉള്ളിലേക്ക് കയറി ബെഡിന് കുറുകെ കിടന്നവനെ വലിച്ചു പൊക്കി. ആ, ആരാ? വല്യപ്പച്ചനോ? അവൻ്റെ നാവ് കുഴഞ്ഞു. അല്ലടാ, നിന്റെ കാലൻ. പറഞ്ഞതിനൊപ്പം അവൻ്റെ കരണം അടക്കം ഒന്ന് പൊട്ടിച്ചു. അവൻ നിലത്തേക്ക് വീണുപോയി. ജെറി, ഈ കഴിവറുടെ മോനെ കുളിപ്പിച്ചോണ്ട് വാ. അയാളുടെ മുഖം വിറച്ചു, കണ്ണുകൾ ചുവന്നു. അപ്പോഴത്തെ അയാളുടെ ഭാവം എല്ലാവരെയും ഭയപ്പെടുത്തി. ജെറി പെട്ടെന്ന് മുന്നിലേക്ക് ചാടി. ദാ ദാ, എൻ്റെ പൊന്ന് ശ്യാമു, നീ എണീക്ക്. ജെറി അവനെ വലിച്ചു പൊക്കി. അവൻ്റെ ചുണ്ട് പൊട്ടി ചോര വരുന്നുണ്ട്. കുഴഞ്ഞ കാലുകൾ കൊണ്ട് എണീറ്റ് നിന്ന് ആടി. റാഹേലിൻ്റെ സർവ്വ നിയന്ത്രണവും വിട്ടുപോയി. കാല് വയ്യെന്ന് പോലും ഓർക്കാതെ അവർ ചാടി എണീറ്റു. ചാദിച്ചില്ലേടാ ചെകുത്താനെ നീ. അവർ അവൻ്റെ 2 കവിളിലും മാറി മാറി അടിച്ചു. ഇഷാന്റെ കെട്ടൊക്കെ ഇറങ്ങി തുടങ്ങി. കൊച്ചാമി. ജെറി അവനെ പൊക്കിയെടുത്ത് ബാത്റൂമിലേക്ക് കയറി. അമ്മച്ചി, വയ്യാത്ത കാലും വെച്ച്. കണ്ണുകൾ നിറച്ചുകൊണ്ട് ജാൻവി അവരെ വീൽ ചെയറിലിരുത്തി. എൻ്റെ മോളെ, ഇതുപോലൊരു ചെകുത്താനെയാണല്ലോ ഞാൻ നൊന്തു പ്രസവിച്ചത്. അവർ അലമുറയിട്ട് കരഞ്ഞു. ഡാ ഡാ. അവൻ്റെ കവിളിൽ മെല്ലെ തട്ടിക്കൊണ്ട് ജെറി അവൻ്റെ തലയിലേക്കുള്ള ഷവർ നിർത്തി. അവനൊന്ന് മൂളി. എടാ കോപ്പേ, നിനക്കിതെന്നാ ഭ്രാന്ത് പിടിച്ചോ? ഇത്രയും നാളും നീ എല്ലാവരെയും ചതിക്കുമായിരുന്നു അല്ലേടാ? നീ ഇത്രയും വൃത്തികെട്ടവനാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ശ്യാമു. ദേഷ്യത്തോടെയും വേദനയുടെയും ജെറി പറഞ്ഞു. ഇഷാൻ കയ്യെത്തി ഷവർ ഓണാക്കി സ്വയം തലയിൽ വെള്ളം വീഴ്ത്തി നിലത്തേക്കിരുന്നു. അതെ, ഞാൻ വൃത്തികെട്ടവനാ. ഒരു പെണ്ണിൻ്റെ ആത്മാഭിമാനം വെച്ച് ഞാൻ കളിച്ചു. അവളോടുള്ള വാശി, ദേഷ്യം. അവൾ എന്നെ തല്ലിയപ്പോൾ ആ കൈകൾ കൊണ്ട് എന്നെ തലോടിക്കണമെന്ന വാശി, അതിലൊക്കെ ഞാൻ ജയിച്ചു. പക്ഷേ അവസാനം ഞാൻ ചെയ്തത് കുറച്ച് കൂടിപ്പോയി ജെറി, എനിക്കറിയാം. പക്ഷെ അന്നത്തെ എൻ്റെ അവസ്ഥ ഞാൻ അതൊന്നും ഓർത്തില്ല ജെറി. പക്ഷേ അവൾക്കെന്നെ ജീവനായിരുന്നെന്ന് എനിക്കറിയായിരുന്നു. അന്ന് അതിലെനിക്ക് കിട്ടിയ കിക്ക് ഒരു മദ്യത്തിനും എനിക്ക് തരാൻ കഴിഞ്ഞിട്ടില്ല. അവളെ ഞാൻ വേണ്ടെന്ന് വയ്ക്കുമ്പോൾ അവളുടെ മുഖത്ത് നോക്കി ഞാനത് പറയുമ്പോൾ സർവവും തകർന്നതുപോലുള്ള അവളുടെ നിപ്പ്, അതിലെനിക്ക് കിട്ടിയ ആത്മസംതൃപ്തി. ഞാൻ അവിടം ജയിച്ചു, അവളുടെ മുന്നിൽ ജയിച്ചു. എന്നേക്കുമായി അവൾ അസ്തമിച്ചു. അല്ല, അസ്തമിച്ചെന്ന് ഞാൻ വിശ്വസിച്ചു. എനിക്കറിയായിരുന്നു അവൾക്കെന്നെ ജീവനാണെന്ന്. പക്ഷെ എനിക്കെന്ന് ദേഷ്യം, വാശി, അവളുടെ മുന്നിൽ തോറ്റുപോയതിലുള്ള ഫ്രസ്ട്രേഷൻ പറ്റിപ്പോയി ജെറി. ഞാനിപ്പോൾ എന്താ വേണ്ടത്? അവളോട് മാപ്പ് ചോദിക്കണോ?
ഇല്ല, അവളെനിക്ക് മാപ്പ് തരില്ല ജെറി. അവളെ കരിമ്പല്ല, കാരിരുമ്പ. പക്ഷേ അവളെ എനിക്ക് വേണം ജെറി. അവളെ ആരും നോക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. നിനക്കറിയോ, നീ പോലും അവളോട് അടുക്കുന്നത് എനിക്ക് സഹിക്കുന്നില്ലടാ. അവൾ എൻ്റേതാ, ഈ ചെകുത്താൻ്റെ മാലാഖ. എടാ, നിനക്കവളോട് ഇഷ്ടമുണ്ടെന്നാണോ? അത്രയും ക്രൂരത ആരെങ്കിലും സ്നേഹിക്കുന്ന പെണ്ണിനോട് കാണിക്കുവോടാ? നീ അവളെ പ്രണയിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അത്രയും ക്രൂരമായി പെരുമാറാൻ കഴിയില്ല. നിന്റേത് പ്രണയമായിരുന്നില്ല, പകയായിരുന്നു. അടിക്ക് തിരിച്ചടിയായി പുലിക്കുട്ടിയെ പോലെ അവൾ നിന്നപ്പോൾ അവളുടെ മുന്നിൽ ജയിക്കാൻ മറ്റു വഴികൾ തേടിയ നിന്റെ മനസ്സിൽ തോന്നിയ വൃത്തികെട്ട ഐഡിയ. പക്ഷെ ശ്യാം, ആ കൊച്ച് അവള് നിന്നെ പ്രണയിച്ചത് ഹൃദയം കൊണ്ടാ. നീ കണക്ക് പറയേണ്ടി വരും അവളുടെ ഓരോ തുള്ളി കണ്ണുനീരിനും. ചെറി, ഞാൻ എന്ത് വേണേലും ചെയ്യാം. എന്നെ അവൾ പഴയതുപോലെ സ്നേഹിക്കുമെങ്കിൽ ഞാൻ അവളെ ഈ നെഞ്ചിക്കൊണ്ട് നടന്നോളാം ചെറി. എൻ്റെ ശ്വാസമായി, എൻ്റെ ജീവനായി. അതിൻ്റെ കാലം കഴിഞ്ഞു പോയി ശ്യാം. ചെയ്ത തെറ്റിൽ പശ്ചാത്തപിച്ച് നീ അവളെ തേടിപ്പോയതല്ലോ, ആണോ? നിന്നോടുള്ള പ്രതികാരം തീർക്കാൻ നിന്നെ തേടി വന്നവളാ ജാൻ. ഡാ, കഴിഞ്ഞില്ലേ? ജോർജ് അക്ഷമനായി. ഡാ വല്യപ്പച്ചൻ. ഇഷാന്റെ മുഖത്ത് പരിഭ്രമം. ആ, വല്യപ്പച്ചൻ തന്നെ. നീ വാ, ഇനിയിപ്പോ വരുന്നത് നിന്ന് അനുഭവിച്ചോ. അവൻ പുറത്തേക്കിറങ്ങി. എവിടെ ആ തെമ്മാടി? അയാൾ മീശ വിറപ്പിച്ചു. കെട്ടിറങ്ങിയിട്ടുണ്ട്, ജെറി ബാക്കിൽ കൈ തുടച്ചോട്ട് പറഞ്ഞു. ജാൻവി പിന്നിലേക്ക് നീങ്ങി നിൽക്കാൻ ശ്രമിച്ചു. മോളെങ്ങോട്ടാ? അവിടെ നിൽക്ക്. റാഹേൽ അവളുടെ കയ്യിൽ പിടിച്ചു. അമ്മച്ചി, ഞാൻ താഴേക്ക്. വേണ്ട, എവിടേക്കും പോണ്ട. ഇവിടെ നടക്കുന്നത് കൺകുളിർക്കെ കണ്ടു നിന്നോണം. ഇത് നിനക്ക് വേണ്ടി നിന്റെ അമ്മച്ചി ചെയ്യുന്നതാ. അവൾ അവരെ ഒന്ന് നോക്കി. ഈറനോടെ തല കുനിച്ചു പിടിച്ചു വരുന്ന നിഷാൻ. റാഹേലേ, ദേ നമ്മുടെ പുണ്യാളൻ. നീ ശരിക്കും കണ്ണ് തുറന്നൊന്ന് കണ്ടോ. ഇനി ഇങ്ങനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നിനക്ക് വിഷമം തോന്നരുതല്ലോ. അതുകൊണ്ട് പുണ്യാളനെ കുരിശിൽ കയറ്റും മുൻപ് നീ മതിയാവോളം കണ്ടോ. വല്യപ്പച്ച. ഇഷാൻ ദയനീയമായി അയാളെ നോക്കി. ഭാ! അവൻ്റെ കവിളടക്കം ഒന്ന് പൊട്ടിച്ചു അയാൾ. വിളിക്കരുത് നീ അങ്ങനെ. ചെറുമോനായിട്ടാണോടാ ഞാൻ നിന്നെ നെഞ്ചിക്കൊണ്ട് നടന്നത്. ചെറിയ ചെറിയ കുസൃതിയൊക്കെ ആവാമെന്ന് ഞാൻ പറയുമ്പോൾ അതിലും വലുത് ചെയ്യുന്ന നിന്റെ മുന്നിൽ ഞാൻ ജോക്കറായില്ലേടാ. ഞാൻ നിന്നോട് ഓരോന്നും പറയുമ്പോൾ എന്നെ കളിയാക്കിക്കൊണ്ടല്ലേടാ നീ പുണ്യാളം കളിച്ചത്. ഞങ്ങളുടെയൊക്കെ കണ്ണിൽ പൊടിയിട്ട് നീ കാണിച്ചു കൂട്ടിയ തന്തയില്ലായ്മ ഒരിക്കലും ഞങ്ങൾ അറിയില്ലെന്ന് കരുതിയോ? കവിളിൽ ഒരെണ്ണം കൂടി. അവൻ്റെ കണ്ണിൽ കൂടി പൊന്നീച്ച പറന്നു. എടാ! മുന്നോട്ട് ചീറി വന്ന ജേക്കബ് അവൻ്റെ ഇരു കവിളത്തും മാറി മാറി അടിച്ചു. ചതിച്ച് കളഞ്ഞല്ലോടാ മഹാഭാവി. നിന്നെയാണല്ലോടാ 24 മണിക്കൂറും ഞാൻ വാഴ്ത്തിപ്പാടി നടന്നത്. സ്വത്തിലും പണത്തിലുമല്ല എനിക്ക് അഹങ്കാരം ഉണ്ടായിരുന്നത്. നീ എൻ്റെ മകനാണല്ലോ എന്നായിരുന്നു എൻ്റെ അഹങ്കാരം. പക്ഷെ ഈ നിമിഷം ഞാൻ നിന്നെ വെറുത്തു പോവാ. നിന്റെ അപ്പനായി പോയതേ സ്വയം പുച്ഛം തോന്നുവാ. നീ ഇനി ഇവിടെ വേണ്ട. ഒരു പെങ്കൊച്ചിൻ്റെ മാനത്തിന് പുല്ലുവില കൽപ്പിച്ച നീ ഇനി ഈ ആനക്കാട്ടിൽ തറവാട്ടിൽ വേണ്ട. പപ്പ! ഞെട്ടലോടെ അവൻ തല ഉയർത്തി. ജേക്കബ് സർവ്വദേഷ്യത്തിലും പിന്നെയും അവൻ്റെ കവിളിൽ ആഞ്ഞടിച്ചു. വിളിക്കരുത് നീ അങ്ങനെ. എനിക്കെന്നോട് തന്നെ വെറുപ്പ് തോന്നുവാ. ഇത്രയും നീചനായ ഒരുത്തനെയാണല്ലോ
ഞാൻ ജനിപ്പിച്ചതെന്നോർത്ത്. അയാളുടെ കത്തുന്ന നോട്ടത്തിൽ അവൻ ആ വിളി പൂർത്തിയാക്കിയില്ല. എന്നെ എത്ര വേണേലും തള്ളിക്കോ, എനിക്കറിയാം അത്ര വലിയ തെറ്റാണ് ഞാൻ ചെയ്തതെന്ന്. പക്ഷെ എനിക്ക് അന്നത് മനസ്സിലായില്ല പപ്പ. അവളെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തത്. അവൾ തകർന്നു നിൽക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൻ്റെ പിടിവിട്ടു പോയിരുന്നു. പക്ഷെ ഞാൻ കൂട്ടുകാരുടെ അഭിനന്ദനങ്ങൾ കേട്ട് മതി മറന്നു. എല്ലാത്തിനും കൂട്ടു നിൽക്കാൻ അവർ ഒപ്പമുള്ളതായിരുന്നു എൻ്റെ ധൈര്യം. ഞാൻ മറ്റൊന്നും ഓർത്തില്ല. എനിക്ക് ജയിക്കാനുള്ള വാശിയായിരുന്നു. വാശിയൊക്കെ ആകാം, പക്ഷേ അതൊരു പെങ്കൊച്ചിൻ്റെ മാനം വെച്ച് തീർക്കരുത്. അവളെ ചതിച്ചത് അവളോടുള്ള വാശി. നീ ഞങ്ങളെ ചതിച്ചത് ആരോടുള്ള വാശി തീർക്കാനായിരുന്നു? ഒന്ന് പറഞ്ഞേ, ജേക്കബ് ചോദിച്ചു. അവൻ ധർമ്മസങ്കടത്തിലായി. മനസ്സിലായില്ലേ? പുണ്യാളം ചമഞ്ഞ് ഞങ്ങളെ മണ്ടന്മാരാക്കിയത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന്. ഇവിടുത്തെ പിള്ളേർ കൂടെ പഠിച്ചവരെ പോലും കണ്ടാലൊരു ചിരിയിലൊതുക്കി പെൺപിള്ളേരെ വെല്ലുന്ന അടക്കത്തിലും ഒതുക്കത്തിലും നടന്നിട്ട് ബാംഗ്ലൂർ സിറ്റിയിൽ നിനക്ക് തോന്നിവാസം കാണിച്ച് ജീവിക്കാം. ഒരാൾക്ക് 2 മുഖം. ഇനി നിന്നെ ഞാൻ വിശ്വസിക്കില്ല. എൻ്റെ മരണം വരെ നിന്നെ ഞാൻ വിശ്വസിക്കില്ല. നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല. പുറത്ത് കാട്ടുന്ന നീയല്ല ശരിക്കും നിന്റെ ഉള്ളിലുള്ളത്. അങ്ങനെയുള്ള മനുഷ്യരെ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. വിശ്വാസമില്ലാത്തവരെ കുടുംബത്തിൽ നിർത്താനും കൊള്ളില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ നിമിഷം ഇറങ്ങണം നീ. എൻ്റെ അപ്പച്ചൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തറവാടാ. അത് നിന്നെപ്പോലെ ഒരുത്തൻ കാരണം നശിച്ചു പോകരുത്. ഇറങ്ങടാ. അയാൾ അവനെ പിടിച്ചു തള്ളി. അവൻ നേരെ പോയി വീണത് റാഹേലിൻ്റെ കാലിലാണ്. അവൻ തല ഉയർത്തി നോക്കി. നിറഞ്ഞ മിഴികളാൽ അവൻ അവരെ വിളിച്ചു. മമ്മി. റാഹേൽ അവൻ്റെ കവിളടക്കം പൊട്ടിച്ചു. മമ്മി. വിശ്വസിക്കാൻ കഴിയാതെ അവൻ വിളിച്ചു. മിണ്ടരുത്. അവർ അവൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി. അമ്മ. അതിൻ്റെ അർത്ഥം അറിയോടാ നായേ. പിറന്ന് വീഴുന്ന ഓരോ പെൺകുഞ്ഞും നാളെ ഒരു അമ്മയാണടാ. പെണ്ണെന്ന കാമം തീർക്കാനും വാശി തീർക്കാനുള്ള വസ്തുക്കളൊന്നുമല്ല. നാളെ ഈ ലോകത്തിൽ പുതു തലമുറയെ വാർത്തെടുക്കാൻ ദൈവം സൃഷ്ടിച്ച ഭൂമിയിലെ ദേവതകൾ. നിന്നെപ്പോലുള്ളവന്മാർ കള്ളും കഞ്ചാവും ഉപയോഗിച്ച് അപ്പം കിട്ടുന്ന സുഖത്തിന് വേണ്ടി ഓരോന്നും കാട്ടിക്കൂട്ടുന്നതിൻ്റെയൊക്കെ തിരിച്ചടി ഈ ഭൂമിയിൽ തന്നെ നിനക്കൊക്കെ വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിനക്കായുള്ള ശിക്ഷ തരാൻ ഈശോ നിയമിച്ചത് ഞങ്ങളെയാ. മമ്മി, ഞാനിനി അങ്ങനെയൊന്നും. അവർ വീണ്ടും അവൻ്റെ കവിളിൽ ആഞ്ഞടിച്ചു. പറഞ്ഞില്ലേ മിണ്ടരുതെന്ന്. ഇനി നിന്റെ ശബ്ദം ഇവിടെ ഉയർന്ന. അവരുടെ മുഖം അവനെ ഭയപ്പെടുത്തി. അവൻ കരഞ്ഞുകൊണ്ട് അവരുടെ കാലിൽ വീണു. മമ്മി, എനിക്ക് മാപ്പ് താ മമ്മി. ഞാൻ ഒരു തെറ്റും ചെയ്യില്ല. ജാൻവിയെ ഞാൻ കെട്ടാ മമ്മി. അവർ കാലുകൾ വലിച്ചെടുത്തു. അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി. എൻ്റെ മോളെ നീ കെട്ടാവുന്നോ? അങ്ങനെ ഒരു ഔദാര്യം എൻ്റെ കൊച്ചിന് വേണ്ടടാ. നിന്നെപ്പോലെ സ്നേഹിച്ച് ചതിക്കുന്ന ഒരുത്തൻ്റെ കൂട്ട് എൻ്റെ കൊച്ചിന് വേണ്ട. അവൾക്ക് സമ്മതമാണേ ഞാൻ അവളുടെ കെട്ടി നടത്തും. ഇവിടെ നിന്റെ മുന്നിൽ വെച്ച്, നിന്നേക്കാൾ യോഗ്യനായ മറ്റൊരുവൻ്റെ കൂടെ. ഇതുപോലൊരു ചെകുത്താന് എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊടുക്കില്ലടാ. അവളെന്നെ അമ്മച്ചീന്ന് വിളിച്ചത് ഹൃദയം കൊണ്ടാ. നൊന്തു പെറ്റ നീ എന്നെ ആ പേര് ചൊല്ലി വിളിക്കുമ്പോൾ പെറ്റ വയറ് കത്തുവാ. നിന്നെപ്പോലൊരുത്തന് വേണ്ടിയാണല്ലോ ഞാൻ ആ വേദന മുഴുവൻ സഹിച്ചത്. അവർ കണ്ണുകൾ തുടച്ചു നീക്കി. ഇച്ചായൻ പറഞ്ഞതിൽ മാറ്റമില്ല. ഇറങ്ങിക്കോണം ഇപ്പോൾ, ഈ നിമിഷം. ഇനി എൻ്റെ കൺമുന്നിൽ കണ്ടേക്കരുത് നിന്നെ. ഇനി എനിക്കിങ്ങനൊരു മകനില്ല. മമ്മി, വിളിക്കരുത് അങ്ങനെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ചത്തു എന്നറിഞ്ഞാൽ പോലും ഇവിടേക്ക് വന്നേക്കരുത്. ഇറങ്ങിപ്പോടാ.
അവർ പൊട്ടിക്കരഞ്ഞു. കൊച്ചാമ്മി. ജെറി അവരെ ചേർത്ത് പിടിച്ചു. എന്നതൊക്കെ പറയുന്നേ? അവൻ എവിടേക്ക് പോകാനാ? നമ്മുടെ ശ്യാമല്ലേ, ഒരു തെറ്റ് പറ്റിപ്പോയി അവന്. ക്ഷമിക്കാവുന്ന തെറ്റല്ല അവൻ ചെയ്തത്, ശരിയാ. പക്ഷേ അവന് തിരുത്താൻ കുറച്ച് സമയം കൊടുത്തൂടെ? ഇങ്ങനെ ആട്ടിപ്പായിക്കണോ? വേണം ജെറി, അവനെ എനിക്കിനി കാണണ്ട. അവനെ നൊന്തു പെറ്റ് മാറോട് ചേർത്തി വളർത്തിയ ഞാനും ഒരു പെണ്ണല്ലേ. ആ കൊച്ചിനോട് അത്രയും വലിയ നെറുകേട് കാണിച്ചപ്പോൾ അവൻ ഓർത്തോ അവനെ പറ്റതും ഒരു സ്ത്രീയാണെന്ന്? കൂടി നിന്നവരുടെ വഷളം നോട്ടവും മോശം പേരും ചാർത്തി കൊടുത്തിട്ട് ഇവന്റെ മുന്നിൽ പട്ടിയെപ്പോലെ യാചിച്ച് നിന്നില്ലേ ആ കൊച്ച്? ഇവൻ എന്നിട്ട് എന്താ ചെയ്തത്? കൈവിട്ട് കളഞ്ഞില്ലേ അതിനെ? ജെറി, നിനക്ക് ഊഹിക്കാനെങ്കിലും പറ്റുമോ അതിൻ്റെ അവസ്ഥ? അതൊരു കൊച്ചു പെങ്കൊച്ചല്ലേടാ. പ്രായത്തിൻ്റെ കുസൃതിയായിട്ട് വഴക്കും പിണക്കവും പ്രണയവും ഒക്കെ ഉണ്ടാകും. പക്ഷെ പ്രണയം നടിച്ച് വശത്താക്കി കൂടെ കൂട്ടിക്കൊണ്ടുപോയി വിശ്വാസം നേടിയെടുത്ത് അവസാനം ലോകത്തിന് മുന്നിൽ ഏറ്റവും മോശപ്പെട്ട പേര് ചാർത്തി കൊടുക്കുന്നു. ഇവന് താഴെ ഒരു പെൺകുഞ്ഞുണ്ടായിരുന്നുവെങ്കിൽ, അതിനാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെങ്കിൽ ഇവന് സഹിക്കോ? പോട്ടെ, എനിക്കാണ് ആ പേര് കിട്ടിയതെങ്കിൽ ഇവന് സഹിക്കോ? കരഞ്ഞുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അത് കണ്ടും കേട്ടും ഇഷാന്റെ കണ്ണുകൾ പെയ്യുന്നുണ്ട്. മമ്മി, തെറ്റാണ് ഞാൻ ചെയ്തത്. പറ്റിപ്പോയി മമ്മി, എന്നോട് ക്ഷമിക്ക്. ഞാനിനി ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല. അവളെ ഞാൻ തന്നെ കെട്ടിക്കോളാം മമ്മി. ആർക്ക് വേണവടാ നിന്റെ ഔദാര്യം? ഞാൻ പറഞ്ഞ എൻ്റെ ജെറി കെട്ടു അവളെ. ചുറ്റും നിന്നവരെല്ലാം ഞെട്ടിപ്പോയി. ജെറിയുടെ കിളികൾ തന്നെ പറന്നുപോയി. സ്നേഹം നടിച്ച് ചതിച്ച നിന്നെ അവൾക്കിനി വേണ്ട. അത് പറയേണ്ടത് മമ്മിയല്ല. ഇഷാൻ ചാടി എണീറ്റു. അവൻ്റെ മുഖം ചുവന്നു. അവൾ എൻ്റെയാ, എൻ്റെ പെണ്ണ്. ഈ ഇഷാൻ തന്നെ അവളെ കിട്ടും. എനിക്ക് അവളോട് വാശിയുണ്ടായിരുന്നു, സ്നേഹം. അത് അഭിനയിച്ചത് തന്നെയാ. പക്ഷേ അവളുടെ സ്നേഹം അതെന്നെ പലപ്പോഴും തളർത്തിയിരുന്നു. അവളുടെ സ്നേഹത്തിൽ ഞാനും മതിമറന്നുപോയി. അതുകൊണ്ട് മാത്രമാ ഞങ്ങളുടെ ഇടയിൽ മറ്റൊന്നും സംഭവിക്കാത്തത്. അവൾക്കിഷ്ടമില്ലാതെ ഞാൻ അവളെ തൊടില്ലെന്ന് വിശ്വാസമായിരുന്നു അവൾക്ക്. ആ വിശ്വാസം ഞാൻ പാലിച്ചത് അവളോടുള്ള എൻ്റെ പ്രണയമായിരുന്നു. അത് ഞാൻ മനസ്സിലാക്കിയപ്പോൾ വൈകിപ്പോയി. പിന്നെ വാശി. ഞാൻ തന്നെയാണ് അവൾക്ക് മുകളിലെന്ന് അത് കാണിക്കാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. അത് ഞാൻ ചെയ്തു. അവളെ മറന്നിട്ടല്ല ഞാനിവിടെ ജീവിച്ചത്. എനിക്ക് അവളെ മറക്കാനും കഴിയില്ല. ഞാൻ പ്രണയിച്ചത് അവളെയാണ്. എൻ്റെ പെണ്ണിനെ ഒരുത്തനും കെട്ടില്ല. ജെറിയെ നോക്കി താക്കിയതോടെ അവൻ പറഞ്ഞു, മമ്മിയല്ല, ആരെതിർത്താലും ഞാൻ അവളെ കെട്ടും. അത് താൻ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ജാൻവി പൊട്ടിത്തെറിച്ചു. എൻ്റെ കഴുത്തിൽ ആര് മിന്നു കെട്ടണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ, അല്ലാതെ താനല്ല. അവൾ വിറച്ചു. എല്ലാവരും അമ്പരന്നു പോയി. അതുപോലെ ദേഷ്യത്തിലായിരുന്നു അവൾ. ഇഷാൻ അവളുടെ അടുത്തേക്ക് വന്നു. നിന്റെ കാര്യം തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാ. അല്ല അല്ല അല്ല, അവൾ ചീറി. അവനൊന്ന് പുഞ്ചിരിച്ചു. അവൻ്റെ കവിൾ നന്നായി വേദനിച്ചു. അവനൊന്ന് തല ഉടഞ്ഞു. ജാനു, പോടാ തെണ്ടി. അവൻ നാവുകൊണ്ട് ചുണ്ട് നനച്ചു. അവളൊന്ന് പതറി. അതവനെ വ്യക്തമായി മനസ്സിലായി. നിന്റെ വാശി, ദേഷ്യം ഒക്കെ എനിക്കിഷ്ടാ. എന്നെക്കൊണ്ട് അത്രയൊക്കെ ചെയ്യിച്ചത് നീയാ. പക്ഷെ ചെയ്തത് കൂടിപ്പോയി. ഒരു പെണ്ണിന് സഹിക്കാൻ കഴിയാത്തതാ ഞാൻ ചെയ്തത്. എല്ലാവരുടെ മുന്നിൽ ഇപ്പം ഞാൻ എന്താണോ
അതുപോലെ തന്നെ ഇനിയും തുടരും. എൻ്റെ പപ്പയും മമ്മിയും ഇറങ്ങിപ്പോകാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പോകും. പക്ഷേ ഞാൻ പോയാ നീ ഇവിടെ എങ്ങനെ നിൽക്കും? നിനക്കെന്താ ഇവരുമായി ബന്ധം? നിനക്ക് ഞാൻ മുഖേന കിട്ടിയ ബന്ധം തന്നെയല്ലേ? എന്നെ വേണ്ടാത്തവൾക്ക് ഈ ബന്ധവും വേണ്ട. അപ്പം നമുക്ക് ഒന്നിച്ചങ്ങിറങ്ങാം. എന്താ? നീ പോട പട്ടി. ഞാൻ നിന്റെ കൂടെ എവിടെയും വരില്ല. ഇത് എൻ്റെ അമ്മച്ചിയാ, അത് എൻ്റെ അപ്പച്ചനാ, ദോ അതെൻ്റെ വല്യപ്പച്ചനാ. നീ പൊക്കോ, എവിടേക്കെങ്കിലും പൊക്കോ. അതെങ്ങനെ ശരിയാകും മോളെ? ഞാൻ പോയാ നിന്നെ കൊണ്ടേ പോകൂ. എന്നാ അമ്മച്ചി പറഞ്ഞോലെ ഞാൻ ജെറിയെ കിട്ടും, അവൾ ഉറക്കെ പറഞ്ഞു. അവൻ്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. അവൻ മുന്നിലേക്ക് ചുവടുകൾ വച്ചു. അവൾ പതറി. ഡാ! ജേക്കബ് അടുത്തേക്ക് പോകാൻ തുടങ്ങി. വല്യപ്പച്ചൻ അയാളുടെ കയ്യിൽ പിടിച്ചു. അപ്പച്ച അയാൾ വേണ്ട എന്ന് തലയാട്ടി. അവർ അവനെ നോക്കി. അവൻ എന്തിനുള്ള പുറപ്പാടാന്ന് നെഞ്ചിടിപ്പോടെ നോക്കി നിന്നു. അവൻ തൻ്റെ നേരെ വരുന്നത് കണ്ട് അവൾ പിന്നിലേക്ക് ചുവടുകൾ വച്ചു. അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് തറഞ്ഞു നിന്നു. അവൾ പിന്നിലേക്ക് നീങ്ങി. നീ അവനെ കെട്ടും അല്ലേ? ആ, അവൾ തലയാട്ടി. പെട്ടെന്നവൻ അവളെ ഇടുപ്പിൽ പിടിച്ച് വലിച്ച് നെഞ്ചിലേക്ക് ചേർത്തു. അവൾ ഞെട്ടിപ്പോയി. ആ ഞെട്ടൽ മാറും മുന്നേ അവൻ അവളുടെ ചുണ്ടുകൾ കടിച്ചെടുത്തു. ജെറിയുടെ കണ്ണ് തള്ളിപ്പോയി. റാഹിലും ജേക്കബും പരസ്പരം മിഴിച്ചു നോക്കി. വല്യപ്പച്ചൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അവൾ കുതറിയതും അവൻ ഇടുപ്പിലെ പിടിമുറുക്കി. മൊത്തത്തിൽ നുണഞ്ഞുകൊണ്ട് അവളെ തന്നിലേക്ക് അമർത്തി പിടിച്ചു. അവൻ്റെ രക്തമയം അവളുടെ നാവിലെറിഞ്ഞു. അവൾ രണ്ടു കൈകൊണ്ടും അവൻ്റെ വയറ്റിൽ ആഞ്ഞ് തള്ളി നോക്കി. അവൾക്ക് ശബ്ദിക്കാൻ പോലും പറ്റുന്നില്ല. അവൾ സർവശക്തിയെടുത്ത് കാലുയർത്തി അവൻ്റെ വയറ്റിൽ ആഞ്ഞു തൊഴിച്ചു. അവൻ പിന്നിലേക്ക് വേച്ചുപോയി. ഒപ്പം അവളുടെ ചുണ്ട് മുറിഞ്ഞു. അവളത് തുടച്ചു മാറ്റി. ഡീ! അവൾ കൈവലിച്ച് ഒരൊറ്റ അടി, പടക്കം പൊട്ടുന്നത് പോലെ. ജെറി അറിയാതെ കവളിൽ കൈവച്ചുപോയി. പിന്നെ ഞെട്ടലോടെ ഇഷാനെ നോക്കി. ഈശോയെ, ഇതേ അടിയുടെ പേരിലല്ലേ പുണ്യാളൻ ചെകുത്താനായത്? ഇനി എന്തൊക്കെ കാണണോ ആവോ. ഇനി നീ എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ശരീരത്തിൽ തൊട്ടാ കൊന്നുകളയും ഞാൻ. അവൾ വിരൽ ചൂണ്ടി. അവളുടെ മൂക്കിൻ തുമ്പ് ദേഷ്യത്തിൽ വിറച്ചു. അവൻ അവളെ നോക്കി. പ്രണയം പ്രാണനായി കൊണ്ടുനടന്ന എനിക്ക് നീ തന്നത് മറക്കാൻ കഴിയാത്തൊന്നാണ്. നീ സന്തോഷത്തോടെ എക്സാം എഴുതുമ്പോൾ ഞാൻ എവിടെയായിരുന്നെന്ന് നിനക്കറിയോ? മെൻ്റൽ ഹോസ്പിറ്റലിൽ. എല്ലാവരും ഞെട്ടി. നീ എനിക്ക് തന്ന സമ്മാനം അത്രത്തോളം എന്നെ ഉലച്ചു കളഞ്ഞു. ലോകത്ത് വേറെ ആരെ വിശ്വസിച്ചാലും നിന്നെ ഞാൻ വിശ്വസിക്കില്ല. അതുപോലെ നീ കേട്ടോ, വേറെ ആരെ കിട്ടിയാലും നിന്നെ ഞാൻ കിട്ടില്ല. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച സമയമുണ്ടായിരുന്നു നിന്റെ കൂടെയുള്ള ജീവിതം. അപ്പോൾ നീ എനിക്ക് തന്നത് ഇനിയും എന്നെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചാ? അവൾ വിരൽ ചൂണ്ടി. ചെറിക്കെന്നെ കെട്ടാൻ ഇഷ്ടമാണെങ്കിൽ എനിക്കും സമ്മതമാ. അതാകുമ്പോൾ ചെറിക്കെല്ലാം അറിയാലോ. എൻ്റെ പൊന്നോ, ഈ കൊച്ചെന്നെ കൊലയ്ക്ക് കൊടുക്കും. നിന്റെ മുന്നിൽ വെച്ച് ഞാൻ ജെറിയെ സ്നേഹിക്കും. ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കും. അവൾ വെല്ലുവിളിച്ചു. ജാനു, നിനക്കെന്നോട് ദേഷ്യമുണ്ട്, അത് ശരിയാ. പക്ഷേ നിന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. എന്നെ പിരിഞ്ഞ് നിനക്ക് ജീവിക്കാൻ കഴിയില്ല ജാനു. നീ ഓർത്തു നോക്ക്.
നമ്മൾ ഒന്നിച്ചുള്ള നിമിഷങ്ങൾ മതി, നിർത്ത്. അവൾ അലറി, കാതിൽ കൈവച്ചു. ഇപ്പോ ഇവിടുന്ന് പോകാതിരിക്കാൻ എന്നെ വീണ്ടും കരുവാക്കാൻ ശ്രമിക്കുവല്ലേ നീ? അത് വേണ്ട. നിന്റെ പ്രണയനാടകം കണ്ട് ബോധ്യപ്പെട്ടവളാ ഞാൻ. ഇനിയും ആ ചതിയിൽ ഞാൻ വീഴില്ല. എനിക്ക് നിന്നെ വെറുപ്പാ, വെറുപ്പ്. നിന്നോടുള്ള എൻ്റെ പ്രണയം ഒരു നിമിഷം കൊണ്ട് ചവിട്ടി അരച്ചില്ലേ നീ? ഇനി അത് വീണ്ടും ഉണ്ടാകില്ല. അത്രയ്ക്ക് വെറുത്തുപോയി ഞാൻ നിന്നെ. നിന്റെ തനി നിറം ഇവിടെ അറിയിക്കണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ചതിയനായ നിന്നെ ഇനിയും ഞാൻ സ്വീകരിക്കുമെന്ന് കരുതിയോ? അവൾ ജെറിയെ നോക്കി. പിന്നെ അവൻ്റെ അരികിലേക്ക് നടന്നു. സോറി, വെറുതെ പറഞ്ഞതാ. ഞാൻ ഇന്ന് തന്നെ പോവാ. ഇവൻ്റെ സ്വഭാവം എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി എൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. അവൻ പറഞ്ഞതുപോലെ ഇവിടെ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല. വല്യപ്പച്ച. അവൾ അയാളെ കെട്ടിപ്പിടിച്ചു. എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. മറക്കില്ല ഞാൻ ഈ വല്യപ്പച്ചനെ. പോട്ടെ. അവൾ അയാളുടെ കവിളിൽ ചുണ്ടുകൾ അമർത്തി. പിന്നെ ജേക്കബിനെ നോക്കി ഒന്ന് ചിരിച്ചു. അമ്മച്ചി. അവൾ അവരുടെ അടുത്തേക്ക് നടന്നു. വിട്ടേച്ചു പോവല്ല, ഞാൻ വരും. ഇപ്പോൾ അമ്മച്ചിക്ക് എണീറ്റ് നടക്കാനൊക്കെ പറ്റും. അകത്തേക്ക് വേറെ ആളെ വെച്ചാൽ മതി. കൂടുതൽ ശ്രദ്ധിക്കണം. അവൾ അവരുടെ കവളിൽ ഉമ്മ വച്ചു. അവരുടെ കണ്ണ് നിറഞ്ഞു. അവൾ ഇഷാനെ നോക്കിയത് കൂടിയില്ല. അവൾ വാതിലിലേക്ക് നീങ്ങി. മോളെ. അവൾ തിരിഞ്ഞു. ഇങ്ങ് വാ. അവൾ അയാളുടെ അടുത്തേക്ക് നടന്നു. എങ്ങോട്ടാ നീ പോന്നേ? ആരാ നിനക്കുള്ളത്? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മോൾ എങ്ങോട്ടും പോണ്ട. ഇതാ നിന്റെ വീട്. ഇതാ നിന്റെ അമ്മച്ചി. ഇത് നിന്റെ അപ്പച്ചൻ. ഞാൻ നിന്റെ വല്യപ്പച്ചൻ. പിന്നെ ഇത്. ജെറി, നീ ചോദിച്ചില്ലേ ഇവളെ കെട്ടിക്കോട്ടേന്ന്? നിനക്ക് ശരിക്കും അതിന് സമ്മതമാണെങ്കിൽ എന്നോട് പറഞ്ഞോ. അവൻ്റെ കെട്ട് നടക്കുമ്പോൾ കൂടെ തന്നെ നിങ്ങളുടെയും കെട്ട് ഞാൻ നടത്തും. ഇഷാന്റെ നേരെ വിരൽ ചൂണ്ടി ജോർജ് പറഞ്ഞു. ആഹാ, എന്നാ അതൊന്ന് കാണണമല്ലോ. ഇഷാൻ അവരുടെ അടുത്തേക്ക് വന്ന് നിന്നു. ഞാൻ ചെയ്ത പോക്കൃത്തരത്തിന് എന്നെ തല്ലി, അതൊക്കെ. പക്ഷെ ഇവനെ കൊണ്ട് എൻ്റെ പെണ്ണിനെ കെട്ടിക്കാൻ നോക്കിയാലുണ്ടല്ലോ. നിന്റെ പെണ്ണോ? അവളങ്ങ് സണ്ണിയുടെ വീട്ടിൽ. ഇത് എൻ്റെ കൊച്ചാ. എനിക്കിഷ്ടമുള്ളവരെ കൊണ്ട് ഞാൻ കെട്ടിക്കും. വല്യപ്പച്ച, ഇറങ്ങടാ നാറി എൻ്റെ വീട്ടിൽ നിന്ന്. അവൻ അയാളെ ഒന്ന് നോക്കി. പിന്നെ ജെറിയെ ഒന്ന് നോക്കി. എടാ UK തെണ്ടി, നീ എൻ്റെ പെണ്ണിനെ ഒന്ന് നോക്കിയാ ആ കണ്ണ് ഞാൻ ചൂഴ്ന്നെടുക്കും. പിന്നല്ലേ നീ കെട്ടുന്നത്. ഇനി എനിക്ക് മേലും കീഴും നോക്കാനില്ല. ഞങ്ങൾ തമ്മിൽ 100 പ്രശ്നം ഉണ്ടാകും. അതിൻ്റെ ഇടയിൽ ഗോളടിക്കാൻ നീ നോക്കിയാ അറിയാലോ എൻ്റെ തനിക്കോണം. നീ ആരാടാ? ജോർജ് ഗർജിച്ചു. ഞാൻ ആനക്കാട്ടിൽ ജോർജ് വർഗീസിൻ്റെ കൊച്ചുമോൻ. സകല തരികിടെ ഒന്നിച്ചു കിട്ടിയ ആനക്കാട്ടിലെ സന്തതി. അവൻ ഉറക്കെ പറഞ്ഞതും ജോർജിന് ചെറിയ ചിരി വന്നു. ഞാൻ ഇമ്മാതിരി പോക്കൃത്തരം കാണിച്ചിട്ടില്ല. ഇല്ലേ? ഇല്ലേ? എനിക്ക് കണക്കായിപ്പോയി. ഞാനിങ്ങനാ. അവൻ കട്ടിൽ കയറിയിരുന്നു. എന്നെ ഇവിടുന്ന് അടിച്ചിറക്കിയാലും ഞാൻ പോകില്ല. ഇതേ എൻ്റെ തറവാടാ. ദേ, ഇവളെ നിങ്ങൾക്ക് ദത്തെടുക്കാമെങ്കിൽ ജേക്കബിൻ്റെ മോനെ എനിക്ക് ഇവിടെ തന്നെ താമസിക്കാം. ഞാൻ പുറത്തു പോയാലും നിങ്ങൾ തന്നെ നാറും. നാറ്റിക്കും ഞാൻ. ഇവനെ ഞാൻ ഇന്ന്. ജേക്കബ് മുന്നിലേക്ക് നീങ്ങി. വേണ്ടടാ, അവൻ ഇവിടെ തുടരട്ടെ. പക്ഷേ ഇനി മുതൽ ഇവൻ നമുക്കാരുമല്ല. ആരും ഇവൻ്റെ ഒരു കാര്യവും തിരക്കണ്ട. മനസ്സിലായോ? എല്ലാവരും മുറിവിട്ട് പോകാൻ തുടങ്ങി.
അവനെ രൂക്ഷമായി നോക്കിയ ജാൻവിയെ അവൻ ഉമ്മ എന്ന് കാണിച്ചു. പോടാ തെണ്ടി, നാണമില്ലാത്ത പട്ടി, അവൾ പിറുപിറുത്തു. ലാസ്റ്റ് ഇറങ്ങാൻ തുടങ്ങിയ ജെറിയെ അവൻ പിന്നിൽ നിന്നും വലിച്ചു പിടിച്ചു. എൻ്റെ പൊന്നെ ശ്യാമു, എന്നെ വിട്, ഞാനല്ല ഇവിടേക്ക് അവരെ കൊണ്ടുവന്നത്. അതെനിക്കറിയാം. ഒന്നോർത്താ നന്നായി, കുറച്ച് കിട്ടി. എന്നാലെന്താ, ഞാൻ എന്താണെന്ന് അവർ അറിഞ്ഞു. കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി. എന്ത് കാര്യങ്ങൾ? ജെറി നെറ്റി ഒളിച്ചു. അതൊക്കെയുണ്ട്. അവൻ ചിരിച്ചു. പെട്ടെന്ന് അവൻ്റെ മുഖം ചുരുങ്ങി. എടാ, നിനക്കെൻ്റെ പെണ്ണിനെ തന്നെ കെട്ടണം അല്ലേടാ? ജെറിയുടെ കയ്യിൽ പിടിച്ചോണ്ട് അവൻ ചോദിച്ചു. അയ്യോ വിട് വിട്, ഞാനപ്പോൾ അറിഞ്ഞില്ലല്ലോ കാര്യങ്ങൾ. നിനക്ക് കമ്പനി കൂടാൻ എൻ്റെ പെണ്ണിനെ തന്നെ വേണം അല്ലേടാ? എൻ്റെ പൊന്ന് ശ്യാമു, ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. വല്യപ്പച്ചൻ വിളിച്ചു, ഞാൻ വന്നു, അത്രേയുള്ളൂ. അങ്ങനെയാണേ വല്യപ്പച്ചൻ പറഞ്ഞ നീ എൻ്റെ പെണ്ണിനെ കെട്ടാന്ന് സമ്മതിക്കോ എന്ന് ചോദിച്ചാ? അവൻ മെല്ലെ കൈ ഊരിയെടുത്തു. ഇഷാൻ പുരിക ഉയർത്തി. ചിലപ്പോൾ ഞാൻ കെട്ടിപ്പോകും ശ്യാമൂ പറഞ്ഞുകൊണ്ട് ഒരൊറ്റ ഓട്ടമായിരുന്നു അവൻ. എടാ, നിന്നെ എൻ്റെ കൈ കിട്ടും, ഇഷാൻ ഉറക്കെ പറഞ്ഞു. വല്യപ്പച്ച, ജെറി ചെകുത്താൻ പിടിച്ചതാ, വന്നോളും. ചെറിയ എന്തെങ്കിലും, അവനല്ലേ, ഒന്നും പറയാൻ പറ്റില്ല. നിനക്ക് ജെറിയെ ഇഷ്ടമാണോ മോളെ? അവളൊന്ന് നിന്നു. ഇഷ്ടം? ജെറിയുടേത് നല്ല ക്യാരക്ടറാണ്. എനിക്കൊരിഷ്ടമുണ്ട്. അത് വല്യപ്പച്ചൻ കരുതുന്ന ഇഷ്ടമല്ല. ഇച്ചനെ ഞാൻ സ്നേഹിച്ചത്, പ്രണയിച്ചത്, എനിക്കിനി മറ്റാരെയും അതുപോലെ സ്നേഹിക്കാൻ കഴിയില്ല വല്യപ്പച്ച. അവൾ കരഞ്ഞുകൊണ്ട് അയാളുടെ നെഞ്ചിലേക്ക് വീണു. ജെറിയെ നോക്കി വന്ന ഇഷാൻ ഭിത്തിയിലേക്ക് ചാരി നിന്നു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇന്നെനിക്ക് 250 ലൈക്ക് തന്നില്ലേ, ഞാൻ നാളെ ഉറപ്പായി സ്റ്റോറി തരില്ല. കാരണം നാളെ വോട്ടിംഗ് ആണെന്നറിയാലോ. ഞാൻ വീട്ടിൽ പോകും, അണ്ണനൊപ്പം, അണ്ണൻ്റെ നാട്ടിൽ. ഇന്ന് ചോദിച്ച ലൈക്ക് തന്നാൽ ഉറങ്ങാതെ രാത്രി തന്നെ സ്റ്റോറി റെഡിയാക്കി നാളെ തരാം. എന്തേ, സമ്മതമാണോ? എന്നാൽ ലൈക്ക് അടിച്ചോ.